ടോണി, ഹരി, ഒരു ബൈക്കിന്റെ ശബ്ദം. ഒരു ബൈക്കിന്റെ ശബ്ദം. എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. ഒരു ബുള്ളറ്റിന്റെ ശബ്ദമാണ് കേട്ടത്. ബുള്ളറ്റ്, തേങ്ങാ കൊല. അളിയന്റെ വല്ല നോവലും സ്വപ്നം കണ്ടായിരിക്കും. അല്ലെന്ന് ഞാൻ ശരിക്കും കേട്ടതാ. അയ്യോ, അല്ല ടോണി, ഇനിയിപ്പോ എന്താ ചെയ്യുക? നിന്റെ തന്തപ്പടിയുടെ കൈവിട്ട സ്ഥിതിക്ക് രണ്ട് വഴിയേ ഉള്ളൂ. നേരെ ചെന്നങ്ങ് പിടികൊടുക്കുക. സത്യം കർത്താവ് തെളിയിക്കട്ടെ, അന്ന് പുറത്തിറങ്ങാം. അല്ലെങ്കിൽ പിന്നെ നേരെ അങ്ങ് മുങ്ങുക, സത്യം തെളിയുന്നവരെ. രണ്ടിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ റിസ്ക് ആണോ? ഇനിയിപ്പോ പിടി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോലീസുകാരിച്ച് ഷേപ്പ് മാറ്റും. മുങ്ങി നടക്കാമെന്ന് വിചാരിച്ചാൽ എന്തൊരു ടെൻഷൻ. ഇതേപോലെ ഒരു ബൈക്കിന്റെ ശബ്ദമോ വിമാനത്തിന്റെ ശബ്ദമോ കേൾക്കുമ്പോ ടൂ മച്ച്. എന്നെ പറഞ്ഞാ മതിയല്ലോ. ആ വാരികയിൽ വാരഫലം എഴുതുന്ന ശങ്കരശാസ്ത്രി പറഞ്ഞതാ, എനിക്കിപ്പോൾ രാഹുൽ കേതുവിന്റെ അപഹാരമാണെന്ന്. അപമാനം, അന്യദേശവാസം, മരണഭീതി. അയ്യോ, എനിക്ക് വയ്യ. എന്റെ അമ്മ പണ്ടേ പറഞ്ഞതാ, ഈ ഡിക്റ്റേറ്റീവ് നോവൽ എഴുതി അറം പറ്റുമെന്ന്. ടോണി, ഞാൻ കേട്ടത് സത്യം. ബൈക്കിന്റെ ശബ്ദം ഞാൻ കേട്ടതാ. ആരുടെയോ പിച്ചാത്തി പിടിയില്ല നമ്മുടെ ജീവിതം. സത്യം പറയടാ, നീയല്ലേ ദേവിയെ കൊന്ന്? അല്ല, ഞാനല്ല. നിങ്ങളാണ് ചെയ്തെന്ന് കരുതി നിങ്ങളെ കൊല്ലാനാണ് ഞാൻ വന്നത്. നീ അല്ലെങ്കിൽ പിന്നെ ആരാ? സത്യം പറയാൻ പറയടാ, പറയാൻ.
ദേവി എഴുന്നേൽക്ക്. സ്റ്റേഷൻ അടുക്കാറായി, ഇറങ്ങാം. വെളിയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരാം. രണ്ടുപേരും ഇവിടെ ഒരുമിച്ച് ഇറങ്ങണ്ട. ആർക്കെങ്കിലും സംശയം തോന്നും. ദേവി ഈ ഡോറിൽ കൂടെ ഇറങ്ങിയാൽ മതി. വണ്ടി വിടാറാകുമ്പോൾ ഞാൻ അതുവഴി വന്നോളാം. ആ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. പേടിക്കണ്ട, ഇറങ്ങിക്കോ. അങ്ങോട്ട് മാറി വണ്ടി വിടാറാകുമ്പോൾ ഞാൻ അതുവഴി വരാം. റൈറ്റ് ടൈം இது ஃபர்ஸ்ட் கிளாஸ் ரிசர்வேஷன் கம்பார்ட்மெண்ட் சொன்னா கேளு இங்க பெர்த்தும் இல்ல சீட்டும் இல்ல பக்கத்து கம்பார்ட்மெண்ட் போய் ஏறு இறங்கய்யா இறங்க கீழே விழுந்து சத்து போயிடும் கையிடு கேட்க மாட்டீங்க என்ன போ இது உன் ப்ராப்பர்ட்டி இல்ல கவர்மெண்ட் ப்ராப்பர்ட்டி என்ன இது சொன்ன கேட்க மாட்டேன் ഇയാള് എവിടെ പോവാ? മൂത്രമൊഴിക്കാൻ പോയിട്ട് വരും. എടാ കൈ പെട്ടി വെച്ചാണ് മൂത്രം ഒഴിക്കുന്നത്. ആശാന ഇതോടെ വെച്ചാൽ മോശം പൊങ്ങിയരിച്ച. എന്താ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? ഒന്ന് മാറിക്കണം. ആശാന പ്ലീസ്, വണ്ടി പോകുന്നു, എനിക്ക് ഇവിടെ ഇറങ്ങണം. ഇറങ്ങാനാ? അതിന് മദ്രാസ് എത്തിയില്ലല്ലേ? അയ്യോ എനിക്ക് ഇവിടെ നീ അല്ലേ പറഞ്ഞ മദ്രാസിൽ ഏതാണ്ട് ഇന്റർവ്യൂ ഉണ്ടെന്ന്? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ആ സത്യം പറ, ഞാറുടെ പറ്റി ഇത് അവിടുന്ന് അടിച്ചാണെന്ന്. ഞാൻ അടിച്ചാണ്, ഞാൻ ഇവിടെ പറയില്ല. പറ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. എനിക്ക് നീ കാലൊന്നും പിടിക്കണ്ട, ഇതൊന്നും അത്ര ശരിയല്ല. നീ ഇപ്പോ ராஜமாணிக்கா, யாரோ செயினை பிடிச்சி எடுத்துட்டாங்க. யாருன்னு போய் பாரு. ஆமா ரைட் டைம் தான் சார். என்னம்மா? സാർ, ഞാൻ ഈ വണ്ടി വന്നതാ. മദ്രാസിന് പോകേണ്ടതാണ്. ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാ. വണ്ടി വിട്ടുപോയി. ചായ കുടിക്കാൻ ബാഗുമായാണോ പുറത്തിറങ്ങുന്നത്? സാർ, അത് ക്യാഷ് ഇതിലായിരുന്നു. പെട്ടെന്ന് ബാഗ് എടുത്തിറങ്ങി. അച്ഛനും അമ്മയായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോ നിങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികള് അർദ്ധരാത്രിയിൽ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇറങ്ങാമോ? ഇനിയിപ്പോ സാർ, ട്രെയിനിന് ഏത് സ്റ്റേഷനിലാണ് നിർത്തുന്നത്? അടുത്ത സ്റ്റോപ്പ് സേലത്താ. എന്നെ ഒന്ന് സഹായിക്കണം സാർ. അങ്ങനെ ഒന്നും വിളിച്ചു പറഞ്ഞ് വണ്ടി നിർത്താൻ പറ്റില്ല. പ്ലീസ് സാർ. ഒരു കാര്യം ചെയ്യാം, ഒരു ടാക്സി വിളിച്ചു തരാം. ട്രെയിൻ സേലത്ത് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടെ ചെന്ന് ജോയിൻ ചെയ്യാം. ടാക്സിക്ക് കൊടുക്കാൻ പൈസ ഉണ്ടോ? മുത്തസ്വാമി കേൾക്കണമെങ്കിൽ വാ. ഞാൻ തിരിച്ചു വരുമ്പോൾ ദേവി പോയി കഴിഞ്ഞിരുന്നു. സ്റ്റേഷൻ മാസ്റ്ററും ആ ഡ്രൈവറും പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കും? ഇനി അവരാരെങ്കിലും ആണോ? ഒന്നും അറിയില്ല. പിറ്റേന്ന് ന്യൂസ് പേപ്പർ കണ്ടപ്പോഴാണ് എല്ലാം ഞാൻ അറിഞ്ഞത്. പോലീസ് നമ്മെ തേടുന്നുണ്ടെന്ന്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. നമ്മൾ രണ്ടു കൂട്ടരും എല്ലാം നമുക്കറിയാം. പക്ഷേ പിന്നെ ആര്?
ആ കുട്ടിക്ക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എന്തെങ്കിലും നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ശത്രുക്കളോ ഭീഷണിയോ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ദേവി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ അവളുടെ അച്ഛൻ വളരെ റൂഡായിരുന്നു. അത് പിന്നെ അയാളുടെ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ല, ഓർത്തു നോക്ക്, പുറപ്പെടുന്നതിന് മുമ്പോ ട്രെയിനിൽ വെച്ചോ എന്തെങ്കിലും സൂചന? ഇല്ല, പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ കൂടെ കഴിഞ്ഞിരുന്നില്ല. ദേവി ശരിക്കും ഹൗസ് അറസ്റ്റിലായിരുന്നു. സിസ്റ്റർ ഗ്ലോറിയയിലൂടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. സിസ്റ്റർ ഗ്ലോറിയ? അതെ, ദേവിയുടെ ടീച്ചർ. അവരായിരുന്നു ദേവിക്ക് ഏക ആശ്വാസം. ട്രെയിനിൽ നിന്ന് അന്ന് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തത് അവരുടെ അറിവോടെയാണ്, സഹായത്തോടെയാണ്. അവരെ നമുക്കൊന്ന് പോയി കണ്ടാലോ? എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയ അത്രയായില്ലേ? പക്ഷെ അവർ കൊല്ലത്ത് കോൺവെന്റിലാണ് താമസിക്കുന്നത്. അവിടം വരെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി റിസ്കി. പത്രത്തിലും ടിവിയിലും ഒക്കെ നമ്മുടെ പടം വന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരുത്തൻ തിരിച്ചറിഞ്ഞാലോ? 4 പേരും അകത്താവും. അല്ല, നമ്മൾ അവിടെ ചെന്നൂന്നിരിക്കട്ടെ, നമ്മൾ എവിടെ താമസിക്കും? അതിന് വഴിയുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ആരും അറിയില്ല.